എല്ലാവർക്കും നവറാസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിൻ്റെ മുന്നേ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ സപ്പോർട്ട് ചെയ്യുക ചാനലിനെ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ പൊള്ളിച്ചതാണ്. സാധാരണ നമ്മൾ മീൻ പൊള്ളിക്കുക വാഴയിലയിലൊക്കെ പൊള്ളിക്കും. അപ്പോൾ വാഴയിലൊന്നും കിട്ടാനില്ലാത്തവർക്ക് ഇതുപോലെ അലുമിനിയം ഫോയിലിൽ എങ്ങനെ പെട്ടെന്ന് നമുക്ക് മീൻ പൊള്ളിച്ചെടുക്കുക എന്നുള്ളതാണ് ഞാനിന്ന് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വലുപ്പത്തിലുള്ള ഷേരി മീനാണ് എടുത്തിട്ടുള്ളത്. ഈ മീനിനെ സാധാരണഗതിയിൽ നമ്മൾ മുളക്, മഞ്ഞൾ, ഉപ്പൊക്കെ ഇട്ടിട്ട് മസാല പുരട്ടുന്ന പോലെ തന്നെ മസാല പുരട്ടിയെടുത്തതാണത്. അപ്പോൾ അതൊരു സൈഡിൽ പൊരിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് കുക്കാവരുത്, ഒന്ന് ഹാഫ് വേവ് ആയാൽ മതി. ഇനി ഞാനിവിടെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഉള്ള പുളിയാണ്. അതിലേക്ക് വെള്ളം പാർന്നിട്ട് കുതിരാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ അതവിടെ കുതിർന്ന് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരട്ടെ. അതിലേക്ക് ഉലുവ ഇടുകയാണ്. കുറച്ച് ഉലുവ മതി, ഒരുപാട് ഏറിപ്പോകണ്ട, കുറച്ച് ഉലുവ ഇടുക. ഉലുവ നന്നായി ചൂടായി വരണം. നമ്മളിപ്പോൾ അതിലേക്ക് മാറ്റി വെച്ച പുളിക്ക് പകരം വേണമെങ്കിൽ കുടംപുളി ഉപയോഗിക്കാം. അത് ഉപയോഗിച്ചിട്ടും ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ചൂടായി വന്ന ഈ എണ്ണയിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം ഇഞ്ചി അരിഞ്ഞെടുത്തതാണ്. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക, കാരണം ഇതിലേക്ക് അരിഞ്ഞിട്ടുള്ള പീസുകൾ ഇങ്ങനെ കടിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അത് ചേർത്തിട്ട് അത് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുക എണ്ണയിലേക്ക് ഇട്ടിട്ട്. അത് നല്ലോണം ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്ന വരെ നമുക്ക് ഇളക്കിയെടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഈ ഉള്ളിയിൽ കാണുന്ന കളറ് എന്താണെന്ന് വെച്ചാൽ ഞാൻ മീൻ പൊരിച്ച മാറ്റിയ ആ എണ്ണയാണ് ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അത് തന്നെ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ആ എണ്ണ തന്നെ എടുക്കാൻ നോക്കുക. എന്നാൽ ആ മീനിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി ആ എണ്ണയിൽ വരുമ്പോൾ അത് കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഞാൻ ഇതിലേക്ക് പച്ചമുളക് ചേർക്കുന്നുണ്ട്. പച്ചമുളക് കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ ഞാനിവിടെ സവാളയാണ്, ഞാൻ ആ 3 മീനിൽക്ക് കൂടി 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള 3 സവാള. ഇനി കൂടുതൽ മസാല വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാം ഉള്ളി. അപ്പോൾ ഞാനിതൊരു മീഡിയം ലെവലിലുള്ള മീൻ പൊള്ളിക്കുന്ന അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഈ പറയുന്നത്. അങ്ങനെ ഈ സവാളയെ കൂടെ ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. നമ്മൾ ഇതിലൊക്കെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ മീനിൽ ഓൾറെഡി നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയിലേക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ്, മസാലയിലേക്കുള്ള ഉപ്പ് കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി നല്ലോണം വഴന്ന് വരുമ്പോൾ കുറച്ചായി വരും. നമ്മൾ 3 ഉള്ളി എടുത്തിട്ടുണ്ടെന്നൊന്നും കണ്ടാൽ തോന്നില്ല. അപ്പോൾ നല്ലോണം ഇളക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒരുവിധം കുക്കായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ കറിവേപ്പില ഒന്നിങ്ങനെ പിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു പരുവത്തിലായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് ആ 3 ഉള്ളിയിലേക്ക് ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി. പിന്നെ ബാക്കി പുളി നമ്മൾ അവിടെ ഓൾറെഡി പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുളി കൂടെ ഇതിലേക്ക് വരും. അപ്പോൾ ഈ തക്കാളി കൂടി ഇതിൽ കിടന്നൊന്ന് വഴന്ന് വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മറ്റ് പൊടിവർഗ്ഗങ്ങളാണ് ചേർക്കേണ്ടത്. അതിനായിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുക്കുന്നത്. ഞാൻ മീൻ മസാല പുരട്ടിയതിൽ സാദാ മുളക് പൊടിയാണ് എടുത്തത്. അതിലും സാദാ മുളക് പൊടി ചേർത്തിട്ടാണ് മീൻ മസാല പുരട്ടിയിരുന്നത്. അപ്പോൾ ഇതൊരു കളറിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. അതിന് നല്ല നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മസാലയ്ക്ക്. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ സമയത്ത് മറ്റേ തന്നെയാണ് സാധാ മുളക് പൊടി തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതും ചെയ്യാം. കുറച്ചുകൂടെ എരിവിൽ കുറച്ച് സ്പൈസി ആയിട്ട് ഇരിക്കുന്നേ ഉള്ളൂ. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മുളക് എല്ലായിടത്തും യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുകൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിൽ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്.
ഒരു 1/4 ടീസ്പൂണോളം മതി, ഒരുപാട് ഓവറായി ചേർക്കണ്ട. 1/4 ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയും പൊടിവർഗ്ഗങ്ങളാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചു. പക്ഷെ അത് അത്രയും ഉണ്ടെങ്കിലും ഇതിനത്ര തന്നെ എരിവ് തോന്നില്ല. അപ്പോൾ കുറച്ചും കൂടെ തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുരുമുളക് പൊടി എടുത്തിട്ടുള്ളത്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ച പുളിയാണ് ചേർക്കേണ്ടത്. അതിൽ നിന്ന് പുളി നമുക്ക് മാറ്റിയെടുത്തിട്ട് അതിൻ്റെ ആ കട്ടിയുള്ള ആ വെള്ളമാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പുളിയൊക്കെ ചേർത്തിട്ട് ഈ മസാല നല്ലോണം ഒന്ന് തിളച്ച് റെഡിയായി വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഉപ്പ് എരിവൊക്കെ ആ സമയത്ത് വേണം നോക്കാനായിട്ട്. ഇതുപോലെ കട്ടിയിലുള്ള വെള്ളം മാത്രം ഒഴിക്കുക. നമ്മൾ ഒരുപാട് ലൂസായിട്ടുള്ള പുളിയുടെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ മസാല ഒരുപാട് ലൂസായി പോകും. പിന്നെ അത് കുറുകി വരാൻ വേണ്ടിയിട്ട് കുറേ ടൈം പിടിക്കും. അതിക്കും നല്ലത് നമ്മളിതുപോലെ കട്ടിയായിട്ടുള്ള പുളിവെള്ളം തന്നെ ചേർക്കുക. ഇപ്പോൾ ഇവിടെ മസാല ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലോണം ഇപ്പോൾ ഇതിൽ നമ്മുടെ ഉപ്പും എരിവും പുളിയൊക്കെ പാകത്തിനുണ്ട്. വേറെ ഒന്നും എനിക്കിതിലേക്ക് എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇനി നമുക്ക് ഇത് ഫില്ല് ചെയ്യുന്ന രൂപമാണ് അടുത്തത്. അതിനായിട്ട് ഞാനിതവിടെ അലുമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട്. കുറച്ച് നീളത്തിൽ മുറിച്ചെടുത്തതാണ്. ആ ഫോയിലിൽ നടുവിലായിട്ട് ഞാൻ ആദ്യം അടിയിൽ കുറച്ച് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഇങ്ങനെ കുറച്ച് പരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മസാല നല്ല പരത്തിയ ശേഷം നമ്മളിതിലേക്ക് മീൻ വെച്ച് കൊടുക്കണം. നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച മീനാണ് അതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ആ മീനിൻ്റെ മുകളിലും ഇതുപോലെ മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഉള്ളിയുടെ കൂട്ട് അതിൻ്റെ ഉള്ളിലായിട്ടൊക്കെ, മീനിൻ്റെ ഉള്ളിലായിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്തിട്ട് കവർ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഈ ഒരു രൂപത്തിൽ നമുക്ക് ബാക്കിയുള്ള മീനൊക്കെ ചെയ്യണം. അപ്പോൾ ഞാനിതിൻ്റെ സെൻറ്ററിൽ, നമ്മൾ സാധാരണ വാഴയിലയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് അതിൻ്റെ വാഴയുടെ നാര് വെച്ച് കെട്ടി കൊടുക്കും. അതിന് പകരമാണ് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി ഞാനിവിടെ ഒരു ഫ്രൈ പാനിലേക്ക് ഇത് ഇറക്കി വെച്ചിരിക്കുകയാണ്. ഞാനിവിടെ 2 എണ്ണം വെച്ചിട്ടുണ്ട്. 2 എണ്ണത്തിനുള്ള ഗ്യാപ്പേ ഉള്ളൂ. ആ 2 എണ്ണം വെച്ചിട്ട് അതിലേക്ക് ഞാൻ വെള്ളം, അടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രൂപത്തിലാണ് ഞാനിതിനെ മീൻ പൊള്ളിച്ച് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതൊരു ഏകദേശം ഒരു 10 മിനിറ്റ് നേരം ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തിളച്ച് റെഡിയായി വന്നാൽ മതി. ആ സമയത്ത് നമുക്ക് ഇതിനൊന്ന് മറിച്ച് കൊടുക്കുക. ഈ മീൻ 2 സൈഡും ഒരുപോലെ റെഡിയാവാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി നമ്മളെ മീനൊന്ന് കുക്കായതുകൊണ്ട് ഒരുപാട് നേരം കിടന്ന് തിളച്ച് കുക്കാവേണ്ട ആവശ്യമില്ല. ആവിയിൽ കിടന്നിട്ട് ആ മസാലയും മീനും കൂടെ നല്ല യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് ഒരു സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ മറ്റേ 3 മീനാണ് തയ്യാറാക്കിയെടുത്തത്. മറ്റേ മീനും ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇതിൽ കാണുന്ന ഈ മസാല രൂപത്തിൽ നിങ്ങൾ ചെയ്തു നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണിത്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇനി ചോറില്ലെങ്കിലും വെറുതെ ചപ്പാത്തിയുടെ കൂടെ തന്നെ കഴിക്കാൻ ഇതിലെ മസാല തന്നെ ധാരാളമാണ്. അപ്പോൾ ഞാനിവിടെ അത് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ മീനിൻ്റെ അതിൽ നിന്നുള്ള എണ്ണയും എല്ലാം ഇറങ്ങി വന്നിട്ടുള്ള നല്ലൊരു ചുവപ്പ് കളറിൽ വന്നിട്ടുണ്ട്. നമ്മുടെ മീൻ പൊള്ളിച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.